നല്ല കുടുംബത്തിൽ പിറക്കണം എന്ന അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ പ്രയോഗം തെറ്റാണ്. അരുൺകുമാറിനെ പോലുള്ള ആളുകളുടെ ഞാൻ പറയുന്നു ശ്രീ രാഹുൽ ഞാൻ പറയുന്നു ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? രാഹുൽ നിൽക്കൂ, ഞാൻ പറയുന്നു. അല്ല, രാഹുൽ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു അത് രാഷ്ട്രീയമായി ശരികേടാണ്, നെറുകേടാണെന്ന് ഞാൻ പറഞ്ഞു. നല്ല കുടുംബം മോശം കുടുംബം എന്നുള്ള ബൈനറി കൊണ്ടുവരൽ ശരിയല്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല. മുഖ്യമന്ത്രി വന്ന് ക്യാമ്പ് ചെയ്ത് നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതില്ലേ? ഇനി മറ്റു തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. വിജയിച്ച ബൈ ഇലക്ഷൻ ഇതൊക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായി. കുറവുകൾ പരിഹരിക്കാനും അതിന്റേതായിട്ടുള്ള സംവിധാനമുണ്ട്. ജയിച്ച ബൈ ഇലക്ഷനുകൾ ഇതൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരുന്നു. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുമെന്ന് കരുതുന്നില്ല. അത് നിങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാധ്യമങ്ങളോട് പറയാൻ സൗകര്യമില്ല, താല്പര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്നത് പോലെ പ്രതികരിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട പറ്റില്ല. വിജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി തോറ്റ തെരഞ്ഞെടുപ്പിൽ മിണ്ടാതിരിക്കാൻ അവകാശം അദ്ദേഹത്തിനുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആരും ചോദിച്ചിട്ടില്ല. വേണ്ടെന്നേ, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ട്. അവിടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ടെന്നേ. ഞങ്ങളെ വിട്ടേക്കൂ, മാധ്യമങ്ങളെ വിട്ടേക്കൂ. വേണ്ടാന്നേ. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്താ ചെയ്യാനുള്ളത്? ഇല്ല, ഇത് കേരളം കാണുകയല്ലേ. പറ്റില്ല. തോറ്റ ഇലക്ഷനിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. മുഹമ്മദ് ഷാ പറ്റില്ല. ഇപ്പൊ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, ഞങ്ങൾക്കൊരു സ്വീകരണം വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഫോൺ വിളിച്ചിട്ട് എടാ പാലോട് രവി കുറച്ച് ആളുകളെയും കൂട്ടി വിമാനത്താവളത്തിൽ വന്ന് നിൽക്കണം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇറങ്ങുമ്പോൾ തന്നെ ഷോൾ ഇടണം എന്ന് പറയുന്ന രീതി ഞങ്ങൾക്കില്ല. നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന രാഹുൽ ഏതെങ്കിലും സമയത്ത് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിയെ ശ്രീ പിണറായി വിജയനെന്നോ മിസ്റ്റർ പിണറായി വിജയനോ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന കണ്ടിട്ടില്ല. ഒരൊറ്റ നേതാക്കന്മാരെയും അദ്ദേഹം അത് ചെയ്യാറില്ല. കാരണം കോൺഗ്രസിന്റെ യൂണിവേഴ്സിറ്റിയിലാണല്ലോ അദ്ദേഹം പഠിച്ചത്, കോൺഗ്രസിന്റെ സ്കൂളിലാണ് പഠിച്ചത്. ഇതിന് സ്കൂളിൽ പോകണ്ട, ഇതൊക്കെ അഡ്രസ് ചെയ്യാൻ, ഇത് പഠിക്കാൻ സ്കൂളിൽ പോകണ്ട. നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാൽ മതി. എന്തോ എങ്ങനെ കുടുംബത്തിൽ പിറക്കണമെന്ന് പറഞ്ഞ നല്ല കുടുംബത്തിൽ രാഹുൽ അരുൺ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങനെ താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി രാഹുൽ അരുൺ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്നു എന്നൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്നു എന്നൊന്നും പറഞ്ഞിട്ട് എന്താണ് കോൺഗ്രസ് സ്കൂളിൽ നിന്നാണ് പറഞ്ഞത്? മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. അത് രാഷ്ട്രീയ വിമർശനമല്ലേ രാഹുൽ? അത് കോൺഗ്രസ് സ്കൂളിൽ പഠിച്ചു എന്നല്ലേ പറഞ്ഞത്? അത് രാഷ്ട്രീയ വിമർശനമല്ലേ? നല്ല കുടുംബം എന്നൊക്കെ ഉദ്ദേശിച്ചു. പോട്ടെ, യൂണിവേഴ്സിറ്റിയിലല്ല പഠിച്ചത്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പറവൂർ പത്രസമ്മേളനം അദ്ദേഹം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ അതിന്റെ കണക്ക് ഞാൻ കേട്ടില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടില്ല. അതായത് എന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. നല്ല കുടുംബത്തിൽ പിറന്നു എന്ന് അരുൺകുമാർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. ചുമ്മാ നമ്പർ സത്യം പറ. അത് ഞാൻ കേട്ടില്ല. നല്ല കുടുംബത്തിൽ പിറഞ്ഞെന്ന പ്രയോഗം നടത്തിയെങ്കിൽ തെറ്റാണ്, അത് രാഷ്ട്രീയമായി മര്യാദകേടാണ്. അല്ല കെ എസ് അരുൺകുമാർ ഈ നല്ല കുടുംബം പ്രയോഗം നടത്തും എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. അല്ലല്ല ഒറ്റ രാഹുൽ നിൽക്കൂ. നമ്മുടെ ചർച്ചയിലെ ഇല്ല, എന്റെ കാതിൽ ആ പ്രയോഗം കഴിഞ്ഞാൽ കെ എസ് അരുൺകുമാറോട് ചോദിക്കാം. താങ്കൾ കേൾക്കൂ, താങ്കൾക്ക് അതിനുള്ള സംവിധാനമുണ്ടല്ലോ. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഞാൻ കേൾക്കാം. അല്ല, ഇപ്പൊ കെ എസ് അരുൺകുമാർ പരിശോധിച്ചതിന് ശേഷം മുന്നോട്ട് പോകാം. ഈ ചർച്ചയുടെ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, അങ്ങനെ നല്ല കുടുംബത്തിൽ നല്ല കുടുംബം എന്നൊരു പ്രയോഗം കെ എസ് അരുൺകുമാർ നടത്തിയെങ്കിൽ തെറ്റാണ്. അതെ, ആദ്യം നീ നന്നാകാൻ പരിശോധിക്കൂ. ആണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട, താങ്കൾക്ക് ഇപ്പോ അത് പരിശോധിക്കാം. അല്ല അരുൺകുമാർ അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ വാചകത്തിലും എനിക്ക് കൃത്യതയുണ്ട്. ഞാൻ പറയാം, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കുടുംബത്തെ വെച്ച് ആക്ഷേപിക്കാനായിട്ട് അരുൺകുമാർ അത് അതൊന്നുമല്ല. മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഇത് സംസാരിക്കാൻ അനുവദിക്കണം. അവതാരകൻ എന്ന രൂപത്തിൽ നിങ്ങൾ ഇതിൽ ഇടപെടണം. കുഴപ്പമില്ലാത്തത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. അതൊക്കെ പഠിക്കണം. അതിന് രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടണം. നല്ല കുടുംബത്തിൽ പിറന്നു വന്ന പ്രയോഗം ശ്രീ കെ എസ് അരുൺകുമാറിന്റെ വായിൽ നിന്ന് വന്നതാണ്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു.
വളരെ മോശമായി